ദരിദ്രർക്കു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആഗമനകാലവേളയിൽ. ചിലർ എല്ലാ സൗഭാഗ്യങ്ങളുടെ മധ്യേ ജനിച്ചു വീഴുമ്പോൾ മറ്റു ചിലർ ഒന്നുമില്ലായ്മയുടെ നിസ്സഹായതയിൽ പിറന്നു വീഴുന്നവരാ. കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടതകളുടെയും ഭാരം താങ്ങാനാകാതെ സ്വന്തം ജന്മത്തെ പഴിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഏറെയുള്ള ഭൂമിയല്ലേ ഇത്. അവർക്കുള്ള സാന്ത്വനമാണെന്നേ ക്രിസ്തുപിറവി. ഓർക്കണം, ദൈവം തൻ്റെ പുത്രനെ ജന്മം നൽകുവാൻ ഇടമൊരുക്കിയത് സമൃദ്ധിയുടെ രാജക വസതിയിലല്ല, ഒന്നുമില്ലായ്മയുടെ വൈക്കോൽ കൂരയിലാണ്. ലോകത്തിൻ്റെ മുഴുവനും അതിനാഥനായ ദൈവപുത്രനെ പിറക്കുവാൻ ഇടം കിട്ടിയത് കാലിത്തൊഴുത്തിലെന്ന്, ഒരു തുറസായിടം, തണുത്ത ദുർഗന്ധം നിറഞ്ഞ അഴുക്ക് പുരണ്ട കാലിത്തൊഴുത്ത്, സ്വകാര്യതയും ശുദ്ധതയും ഒന്നുമില്ലാത്തൊരിടം. ഏതൊരു ദുർബലനും ദരിദ്രനും ആലംബഹീനനും ബയലേശ്യമില്ലാതെ കടന്നു വരാൻ തുറന്നിട്ട ഇടം. എല്ലാവർക്കും അന്തിയുറങ്ങുവാൻ ഇടമുള്ള സത്തത്തിൽ നിന്ന് പോലും തിരസ്കൃതനാകണമെന്നത് ദൈവത്തിന് നിശ്ചയമായിരുന്നുവെന്നേ. കാരണം നിരസിക്കപ്പെട്ടവർക്കും പീഡിപ്പിക്കപ്പെട്ടവർക്കും മോശം അനുഭവങ്ങളുടെ കടന്നു പോകുന്നവർക്കും അവഗണിക്കപ്പെട്ടവർക്കും കൊടിയ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവർക്കും രക്ഷയ്ക്കായി തന്നെടുക്ക വരാനുള്ള ക്ഷണമായിരുന്നു അവൻ്റെ പിറവി. ഒരു സിംഹാസനത്തെ സമീപിക്കുവാൻ നമ്മൾ അല്പം വിറയ്ക്കും. എന്നാൽ ഒരു പുൽത്തൊട്ടിയെ സമീപിക്കുവാൻ നാം എന്തിനു ഭയപ്പെടണം? ദരിദ്രരും നിരാലംബരുമായ മനുഷ്യർ, അവരിൽ ഒരാളായി ക്രിസ്തുവിനെ കണ്ടത് ഭൂമിയിൽ ഏറ്റവും ലളിതമൊരിടത്ത് അവൻ പിറന്നതിലൂടെയല്ലേ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മനുഷ്യരിടം തരില്ലായിരിക്കാം. നിരാശരാകേണ്ട, ദൈവഹൃദയത്തിനേക്ക് ഇടമുണ്ടെന്നേ. ഇത് പരാധീനതയിലൂടെ കടന്നു പോകുന്നവർക്കുള്ള സദ്വാർത്തയാണ്. ആകയാൽ ദരിദ്രരുടെ അതിജീവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്.